നമ്മുടെ ഈ നീനു ക്രഷർ യൂണിറ്റിൻ്റെ പ്രവർത്തനം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുന്നു എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. 40ഓളം വീടുകൾക്ക് കേടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചില വീടുകളൊക്കെ ഇടിഞ്ഞു താഴുന്ന അവസ്ഥയുണ്ട്. ഗൗരവമാണോ വിഷയം? നീനു ക്രഷർ ഇൻഡസ്ട്രീസ് ഖനനം നടത്തുന്നത് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടെന്നാണ് എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. ആ മലയുടെ മറുഭാഗം പല പ്രാവശ്യം ലാൻഡ് സ്ലൈഡിങ് വന്നത്, ഒരു വീട് ഒരു പ്രാവശ്യം കാലാവസ്ഥയുടെ പ്രത്യേകതയുണ്ട്, പിന്നെ മണ്ണ് വന്ന് മൂടി വലിയ നഷ്ടങ്ങൾ ഉണ്ടായതാണ്. ഇപ്പോഴും ആ ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. നീനു ക്രഷറിന്റെ മാനേജ്മെന്റ് മാറിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇപ്പോ വളരെ പരിസ്ഥിതി ആഘാതം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ഖനനം അവിടെ നടക്കുകയാണ്. അതിനെതിരെ നാട്ടുകാർ പരാതിയെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ലൈസൻസ് എല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ആ വീടിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഭയം ഉണ്ടാവുന്നു. പുതുതായിട്ട് വെച്ച വീട് പോലും തകരുന്ന അവസ്ഥയുണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. നിരവധി ലൈസൻസുകൾ വേണം. ഈ ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റീസ് എല്ലാം ലോക്കൽ ഇൻസ്പെക്ഷൻ നടത്തി തന്നെ അത് ചെയ്യേണ്ടത്. ഇപ്പോ കളക്ടറേറ്റ് ഡെപ്യൂട്ടി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചുമതലയുടെ ഡെപ്യൂട്ടി കളക്ടറോട് ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അനുവദിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് കാലാവസ്ഥ മാറി വരുന്നൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. എന്തായാലും ഡിസാസ്റ്റർ അതോറിറ്റി ആക്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം തന്നെ അത് വേണമെങ്കിൽ നിർത്തിവെക്കാൻ കഴിയും. അതിന് സുപ്രീം കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്തായാലും MLA അതിലൊന്ന് ഇടപെടണം. തീർച്ചയായിട്ടും. താങ്ക് യു. ശ്രീ DK മുരളി MLA ആണ് ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നത്. അതോടുകൂടി ആ ക്വാറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺ സോളമൻ എന്തായാലും MLA ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ക്വാറി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിക്കേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് കാണാം. 40ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ ഉണ്ടാവുന്നത്. കാശുള്ളവന് സുപ്രീം കോടതിയിൽ പോയി കേസ് വാദിച്ച് വിജയിച്ചു വരും. അവിടെ ചിലരെങ്കിലും അതിനു വേണ്ടിയിട്ട് ഈ തെളിവുകൾ നൽകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വരികയും ചെയ്യും. അതാണല്ലോ ക്വാറി മുതലാളിമാരുടെ പൊതുവെയുള്ള ഒരു രീതി എന്ന് പറയുന്നത്. എല്ലാവരുമല്ല, മാന്യമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ ചട്ടം ലംഘിച്ചും പരിസ്ഥിതിയുടെ ആഘാത പഠനം നടത്താതെയും ഇത്തരം ക്വാറികൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാവണം. MLA തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നാട്ടുകാർക്ക് അനുകൂലമായിട്ട്. തീർച്ചയായിട്ടും ഇത്തരം ക്വാറികൾ പ്രവർത്തിക്കുന്ന ഒരു കാരണവശാലും അനുവദിക്കരുത്. തുരന്ന് എങ്ങോട്ട് പോകുന്നു. എന്നാൽ അതേസമയം ക്വാറിയുടെ പ്രവർത്തനത്തെ അടച്ചാക്ഷേപിക്കാനും പറ്റില്ല. നാട്ടിൽ വികസന പ്രവർത്തനത്തിന് പാറയും മണ്ണും എടുത്തല്ലേ പറ്റൂ. പക്ഷേ ഈ രീതിയിൽ ആകരുത് എന്ന് മാത്രം.